ഹലോ, എല്ലാവർക്കും മാതീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. സ്വീറ്റ് കോൺ മസാല ചാറ്റ് റെസിപ്പിയാണേ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നൊടിയടി തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അന്ന് നമുക്ക് ഈ സ്വീറ്റ് കോൺ മസാല ചാറ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ സ്വീറ്റ് കോൺ മസാല ചാറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കടായി ചൂടാക്കി എടുക്കുക കേട്ടോ. ചൂടായ കടായിലോട്ട് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇത് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. ആവിയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നെയ്യിലും ബട്ടറിലും ഒക്കെ ഇട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. ഇനി ഇതേ രീതിയിൽ നമ്മൾ സ്വീറ്റ് കോൺ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിരുന്നു. വീണ്ടും ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഇച്ചിരി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ സവാള കുഞ്ഞായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തക്കാളി കുഞ്ഞായി കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെന്ത് ചെയ്യാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലൂടെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാട്ടോ. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും 1/4 ടീസ്പൂണാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചാറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇടാം കേട്ടോ. ഞാൻ കോണൊന്ന് വേവിച്ചെടുത്ത സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലോട്ട് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നമ്മൾ മസാല എത്തുന്ന രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതുപോലൊരു സ്വീറ്റ് കോൺ ചാറ്റ് ഉണ്ടാക്കുക. നമുക്ക് നൈറ്റൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പൊന്നും വരത്തില്ല. ഇനി ഇതിലോട്ട് ഇച്ചിരി മല്ലിയിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചാറ്റ് മസാലയ്ക്ക്. കൂടാതെ ഒരു നാരങ്ങയുടെ അരമുറി ജ്യൂസും കൂടെ പിഴിഞ്ഞതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് കോൺ മസാല ചാറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു സ്വീറ്റ് കോൺ മസാല ചാറ്റ് തയ്യാറാക്കി നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് നൊടിയടി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ചോറുണ്ണുന്നതിന് പകരം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്ക് സ്വീറ്റ് കോൺ അല്ലെങ്കിൽ സാധാ കോൺ വെച്ചും ഇതേ രീതിയിൽ തയ്യാറാക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഏത് കോണായാലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ സ്വീറ്റ് കോൺ ചാറ്റ് തയ്യാറാക്കി നോക്കുക കേട്ടോ. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോലെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.